എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സർവാഭീഷ്ടവരദായിനിയായ ശ്രീ മൃദംഗശൈലേശ്വരി ദേവി കുടികൊള്ളുന്ന മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തെക്കുറിച്ചാണ്. കേരളത്തിലെ പ്രസിദ്ധമായ 108 ദേവീക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായാണ് ഇതറിയപ്പെടുന്നത്. ഞങ്ങൾ യാത്രാ ബുദ്ധിമുട്ട് കൊണ്ട് അവിടെ എത്താൻ താമസിച്ചു. വൈകുന്നേരം 6 മണിയായി അവിടെ എത്തിയപ്പോൾ. കണ്ണൂർ ജില്ലയിലെ കിഴക്കൻ മലമ്പ്രദേശമായ ഇരിട്ടി താലൂക്കിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുഴക്കുന്ന് എന്ന ഈ ഗ്രാമം പ്രകൃതിയുടെ വരദാനമാണ്. പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെയും പരിസരങ്ങളുടെയും ഒന്നും ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല. തിരക്ക് കുറഞ്ഞിരുന്നതുകൊണ്ട് ദേവിയെ നല്ലവണ്ണം കണ്ടു തൊഴുതു. അമ്മയെ മനസ്സുരുകി പ്രാർത്ഥിച്ച് നെയ്വിളക്ക് വയ്ക്കുക വളരെ പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞു. നാലമ്പലത്തിൽ കയറുമ്പോൾ ഇടതുഭാഗത്തായി വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട്. അവിടെ മിഴാവ് കുന്ന് ഭഗവതി എന്നെഴുതി വെച്ചിരിക്കുന്നു. ദേവിയുടെ മൃദംഗരൂപത്തിലുള്ള സ്ഥാനമാണ് അത് എന്ന് പറഞ്ഞു. ദേവിയുടെ നടയ്ക്ക് വലതുവശം തന്നെ ഗണപതിയുടെ സ്ഥാനം. അമ്മയുടെ ഒക്കത്തിരിക്കുന്ന ഗണപതിയെയും തൊഴുത് പ്രദക്ഷിണ വഴി വരുമ്പോൾ തെക്കേ നടയിൽ സാക്ഷാൽ മഹാദേവൻ ദക്ഷിണാമൂർത്തി ഭാവത്തിൽ കുടികൊള്ളുന്നത് കാണാം. ഭഗവാനെയും തൊഴുത് വടക്കേ നടയിൽ ഇറങ്ങി അമ്പലത്തിന് പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്തായി സരസ്വതീ മണ്ഡപം കണ്ടു. കലകൾക്കും കലാകാരന്മാർക്കും എല്ലാം വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണിത്. സാക്ഷാൽ മൂകാംബിക ചൈതന്യം തന്നെ. വീണ്ടും പ്രദക്ഷിണ വഴിയോട് ചേർന്ന് തെക്ക് പടിഞ്ഞാറായി ശാസ്താവിന്റെ ഉപക്ഷേത്രം കാണാം. ശാസ്താവിനെയും പ്രാർത്ഥിച്ച് പടിഞ്ഞാറേ നടയിൽ വരുമ്പോൾ പടിഞ്ഞാറ് ഗോപുരം കഴിഞ്ഞ് നാഗസ്ഥാനവും പാർത്ഥസാരഥി ക്ഷേത്രവും ക്ഷേത്രക്കുളവും മറ്റും ഉണ്ട് എന്ന് പറഞ്ഞു. താമസിച്ച് എന്ന് കാരണം ഒന്നും കാണാൻ സാധിച്ചില്ല. ഐതിഹ്യങ്ങളും ഭക്തരുടെ അനുഭവങ്ങളുമായി ധാരാളം പറയുവാനുണ്ട്. അത്താഴപൂജ കണ്ട് തൊഴുത് 8 മണിയായപ്പോഴേക്കും തിരിച്ചു പോന്നു. മനസ്സിൽ മുഴുവൻ ചെന്ന് കയറിയപ്പോഴേ കണ്ട പഴശ്ശിരാജാവിന്റെ പ്രതിമയും കോട്ടയത്ത് തമ്പുരാന് കഥകളിയിലെ സ്ത്രീവേഷം കാണിച്ചു കൊടുക്കുവാൻ ദേവി സ്വയം ക്ഷേത്രക്കുളത്തിൽ പ്രത്യക്ഷയായതും മുൻ DGP ആയിരുന്ന ശ്രീ അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞ കള്ളന്മാരുടെ കഥകളും ഒക്കെയായിരുന്നു. ദേവി അനുഗ്രഹിച്ചാൽ ഒന്നുകൂടി പോയി ദേവിയെ കണ്ടു തൊഴുവാനും വിവരങ്ങളൊക്കെ അറിഞ്ഞ് അത് നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്നും ആഗ്രഹമുണ്ട്. അമ്മ തന്ന അന്നദാനവും കഴിച്ച് ഞങ്ങൾ പോന്നപ്പോൾ 8:30 മണി കഴിഞ്ഞു. എല്ലാവർക്കും നന്ദി.